ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വാഗണാറിലാണ്. വാഗണാർ എന്ന് പറയുമ്പോഴത്തേക്കും പലർക്കും പുതിയ വാഗണാറാന്ന് തോന്നും. അല്ല, അതിൻ്റെ തൊട്ട് പുറയിലത്തെ മോഡൽ, അതായത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ മോഡലിലെ തൊട്ട് പുറയിലുള്ള മോഡൽ വാഗണാറിലാണ് ഞാനിപ്പോൾ. അപ്പോൾ വാഗണാർ യൂസ് ചെയ്യുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഹെൽപ്ഫുള്ളായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്തൊരു ഫീച്ചർ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്താണെന്നല്ലേ, നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ടൊന്ന് പോകാം. കാരണം നമുക്കറിയാവുന്ന പോലെ ഈ ഒരു വാഗണാറിനകത്ത് നമുക്കുള്ള സ്റ്റോറേജ് സ്പേസസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഈ വാഹനത്തിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഗ്ലോ ബോക്സിൻ്റെ മേളിലായിട്ട് തന്നെ വരുന്നൊരു ചെറിയൊരു ഗ്ലോ ബോക്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ചെറിയൊരു സ്റ്റോറേജ് പോലെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ ഇതല്ലാതെ നമുക്കിവിടെ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്, അല്ലാതെ തന്നെ നമുക്കിവിടെ ഒരു ഗ്ലോ ബോക്സ് ഉണ്ട്, ഈ സൈഡിലൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബൂട്ട് സ്പേസും വരുന്നുണ്ട്. ഇത്രയും കാര്യം അല്ലാതെ ഒരു ചെറിയൊരു ഹിഡൻ ഫീച്ചറും കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. അതായത് ഒരു ഹിഡൻ ഫീച്ചർ വരുന്നൊരു വാഗണാറാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഇരിക്കുന്ന സീറ്റ്, അതായത് ഞാൻ ഫ്രണ്ട് ലെഫ്റ്റ് സൈഡിലെ സീറ്റിലാണ് ഇപ്പോൾ. ഈ സീറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഹിഡൻ ഫീച്ചറുണ്ട്. എന്താണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ബാക്കിയുള്ള സ്റ്റോറേജ് സ്പേസ് പോലെ ബാക്കിലും സ്റ്റോറേജ് സ്പേസ് ഉണ്ട്, ഈ ഭാഗത്തും ഇവിടെ താഴെയൊക്കെ ഉള്ളതുപോലെ തന്നെ ഈ സീറ്റിലും ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. എത്ര പേര് സമ്മതിക്കും? കണ്ടിട്ടുണ്ടോ? ഒരുപാട് പേർക്കറിയാം, എന്നാൽ അറിയാത്ത കുറച്ച് പേരെങ്കിലും കാണുമായിരിക്കും. അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ സീറ്റ് ശരിക്കും പൊക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഇവിടുന്ന് രണ്ട് സൈഡ് നോക്കിയിട്ട് പൊക്കാൻ വേണ്ട ഒരു ഓപ്ഷൻ ഇല്ല. അന്നേരം എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിലോട്ട് ഇങ്ങനെ കൈയിടാം കേട്ടോ. ഇങ്ങനെ കൈയിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് നോക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു ക്ലോത്തിൻ്റെ ഒരു പീസ് നമുക്കിവിടെ കിട്ടും. ഇങ്ങനെ എടുക്കാം കണ്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ സീറ്റ് ഒന്ന് പൊക്കാം. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൈ ഇവിടെ ഇടാൻ കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്നും ഇത് കണ്ടോ, ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും കണ്ടോ. വളരെ എളുപ്പത്തിൽ ഇവിടെ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, കുറച്ചുകൂടി എളുപ്പമുണ്ടായിരിക്കും. എന്നിട്ട് ഈ സീറ്റ് ഒന്ന് നേരെ ഇടുക. എന്നിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഇതെടുത്ത് മേളിലോട്ട് ഇടുകയും ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പതുക്കെ കൈ കൊണ്ടിങ്ങനെ വലിക്കുക. യെസ്. എന്നിട്ട് ഇനി ഞാനിതൊന്ന് പൊക്കുകയാണ് കണ്ടോ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതൊരു ലിവറാണ് വരുന്നത്, ഇതൊരു ലോക്കാണ് കണ്ടോ. ഇവിടെ ലോക്ക് മെക്കാനിസം ഉണ്ട്. ഇവിടെ താഴെ ആ ലോക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലോക്ക് ഇവിടെ വന്നാണ് ലോക്കാകുന്നത്. അപ്പോൾ ഇതിപ്പം കണ്ടോ, ഇതൊരു ട്രേ ആണ്. ഈ ട്രേക്കകത്താണ് നമ്മൾ സ്റ്റോറേജ് ആയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. ഇത് പുറത്തോട്ടെടുത്ത് നമുക്ക് താഴോട്ട് വെക്കാൻ സാധിക്കും. ഇതിനകത്ത് എന്ത് വേണം കൊണ്ട് നടക്കാം, ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് പുറത്തോട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തിരിച്ച് ഇതിനകത്തോട്ട് വെച്ച് പ്രോപ്പറായിട്ട് ലോക്കിൽ വീണു, അതായത് ഈ ഒരു ലോക്ക് കറക്റ്റായിട്ട് വീണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം പിന്നെ പഴയതുപോലെ നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, അടിപൊളിയല്ലേ? അതായത് നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസാണ് നമുക്കിവിടെ കിട്ടുന്നത്. ജസ്റ്റ് ഒരു സ്പേസ് മാത്രമല്ല, ഒരു സേഫ്റ്റി ആയിട്ട്, അതായത് സേഫായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. ഇതിനെക്കുറിച്ച് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഈ ടൈപ്പ് ഒരു വാഗണാർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് അറിയാൻ മേലെന്നുണ്ടെങ്കിൽ, ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുത്തേക്ക്.